ഞാൻ മാനിഫെസ്റ്റേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത്. ഞാനും നിങ്ങളെയൊക്കെ പോലെ തന്നെ മാനിഫെസ്റ്റേഷൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്തു. എനിക്കങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നിന്നിട്ടുമില്ല. അപ്പം കുറച്ച് കാലമായിട്ട് ഞാൻ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇത് സത്യമല്ല, വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി. പക്ഷേ അങ്ങനെയല്ല. കാരണം എൻ്റെ ഒന്നും ജീവിതത്തിൽ എനിക്ക് ഇതുവരെ ലോട്ടറി എന്ന് പറഞ്ഞ സംഭവം എനിക്ക് അടിച്ചിട്ടേ ഇല്ലായിരുന്നു. മുൻപൊന്നും ഞാൻ അങ്ങനെ ഇഷ്ടം പോലെ ഞാൻ എടുത്തിട്ടുണ്ട്, ലോട്ടറിയൊക്കെ ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് 100 രൂപ പോലും ലോട്ടറി അടിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഈ മാനിഫെസ്റ്റേഷൻ എന്നെ പറ്റി പറഞ്ഞതിന് ശേഷം ഒരു ദിവസം ഒരു ലോട്ടറി എടുത്തിട്ട് ഞാൻ വണ്ടിയിലായിരിക്കുന്നത്, 2 വീലറിലായിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു മെത്തേഡ് പറയാട്ടോ, എനിക്ക് സക്സസ് ആയ ഒരു മെത്തേഡ് പറയാം. ഞാൻ 2 വീലറിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഉറക്കെ, 2 വീലറിൽ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും ഞാൻ ഉറക്കെ ഈ പറഞ്ഞ പോലെ താങ്ക് യു യൂണിവേഴ്സ്, ഈ ലോട്ടറി എനിക്ക് അടിച്ചതിന് അല്ലെങ്കിൽ വിന്നായതിന് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഉറക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഒരു ഹാപ്പിനെസ്സോട് കൂടിയാണ് പറഞ്ഞത്. ഭയങ്കര ഹാപ്പി ആയിട്ട്, അത് എനിക്ക് അടിച്ച പോലെ ഫീൽ ചെയ്തിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് 100% നമ്മൾ എന്താ പറയുക, അതിനകത്തേക്ക് നമ്മളെ ഉൾക്കൊണ്ട് വേണം പറയാൻ. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അപ്പം ആദ്യത്തെ പ്രാവശ്യം എനിക്ക് 500 രൂപ ലോട്ടറി അടിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പം എനിക്കൊരു ഭയങ്കര വിശ്വാസമായി. അപ്പം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. കാരണം ഇതിനു മുമ്പ് ഞാൻ എടുത്തിട്ട് അടിച്ചിട്ടില്ലല്ലോ. ഇങ്ങനൊരു കാര്യം പറഞ്ഞതിന് ശേഷമാണെന്നും ഞാൻ ഐ ട്രസ്റ്റ് യു എന്ന് പറഞ്ഞു. ഐ ട്രസ്റ്റ് യൂണിവേഴ്സ്, ഐ ട്രസ്റ്റ് യു എന്ന് അങ്ങനത്തെ ഒരു വേർഡും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഒരേ നമ്പർ, അത് അന്ന് എൻ്റെ ആകെ കൃത്യം 100 രൂപ കയ്യിലിരിപ്പുള്ളൂ. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് 2 എണ്ണം സെയിം നമ്പറായി എടുത്തു എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അതങ്ങ് എടുത്തിട്ട് അപ്പോഴും ഞാൻ ഇതേപോലെ തന്നെ ഇങ്ങനെ വണ്ടിയിൽ പോയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു. പക്ഷേ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല, ആ 2 നമ്പറിനും 5000 രൂപ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ അതിന് പ്രൂഫ് കാണിക്കാനില്ല. ഞാൻ ആ സമയത്ത് നമുക്ക് ഈ ലോട്ടറി കൊണ്ട് കൊടുത്താലാണല്ലോ അവർ പൈസ തരുന്നത്. നമ്മുടെ കയ്യിൽ അത് നമ്പർ ലോട്ടറി ഉണ്ടാവത്തില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു. എനിക്കറിയാം, എൻ്റെ 1-2 റിലേറ്റീവ്സിനൊക്കെ അറിയാം. ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ആ ലോട്ടറി, സത്യം പറഞ്ഞാൽ അന്നേരം കയ്യിൽ ഒരു പൈസയും ഇല്ല, ഒന്നുമില്ല. ഞങ്ങളിതിൽ എന്ത് ചെയ്യും, എന്ത് വാങ്ങിച്ച് കഴിക്കും എന്നൊക്കെ ആലോചിച്ച് ഞാനും, പിള്ളേരുണ്ട്, എൻ്റെ മക്കളുണ്ട്, ചേച്ചിയുണ്ട്, ചേച്ചിയുടെ മക്കളുമുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ആകെ ഷോക്കടിച്ചിരിക്കുന്നു. അവൾ കാപ്പി ഇടാമെന്നും പറഞ്ഞ് അടുക്കളയിലേക്കും പോയി. ഞാൻ വെറുതെ എൻ്റെ ഫോൺ അപ്പം നോക്കിയപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്താണല്ലോ, നോക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് ഫോണിൻ്റെ ബാക്ക് പൗച്ചിൻ്റെ പുറകിലെ നമ്മൾ കവറുണ്ടല്ലോ, കവറിൻ്റെ കേസിൻ്റെ അകത്തുനിന്ന് ഇതെടുത്ത് ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും സംഭവം 5000-ൻ്റെ 2 എണ്ണം, അതും 2 എണ്ണം ആ ലാസ്റ്റ് ഉണ്ടായിരുന്നു, അത് അടിച്ചു. അപ്പോൾ എനിക്ക് വീണ്ടും ഭയങ്കര വിശ്വാസം, ഭയങ്കര ഇതായിരുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അങ്ങനെ ഇതിന് എക്സാമ്പിളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ഈ ലോട്ടറിയുടെ കേസ് മാത്രം ഞാൻ പറയാം കേട്ടോ. ഇത് സംഭവം ശരിക്കും സക്സസ് ആവുന്നൊരു കാര്യമാണ്.